സംസ്ഥാനം രൂക്ഷമായ പ്രളയക്കെടുതി നേരിടുന്ന അടിയന്തര സാഹചര്യത്തിനിടയിൽ സർക്കാരിനെതിരെ ഉയർന്നുവന്ന ഹെലികോപ്റ്റർ യാത്രാ വിവാദം, പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ വീഴ്ചകൾ, മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിച്ച വിരുന്ന ആരോപണം എന്നിവയിൽ പ്രതിരോധവും ഒപ്പം തന്നെ രൂക്ഷമായ ആരോപണവുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് നടന്ന പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു. തനിക്കെതിരെ നടക്കുന്നത് കേവലം വസ്തുതാവിരുദ്ധമായ വാർത്തകൾ മാത്രമല്ലെന്നും കടുത്ത രാഷ്ട്രീയ ദുരനുമാനങ്ങളും മാധ്യമ മര്യാദകേടുമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ദുരന്തമുഖത്ത് സർക്കാർ പരാജയപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി വിരുന്ന് കഴിക്കുന്ന തിരക്കിലായിരുന്നു എന്നുമുള്ള പ്രചരണങ്ങളെ ശക്തമായ ഭാഷയിൽ എതിർത്ത സതീശൻ, പ്രളയത്തേക്കാൾ പ്രാധാന്യം താൻ ഭക്ഷണം കഴിച്ചതാണോ എന്ന് മാധ്യമങ്ങളോട് ചോദിച്ചു. രാവിലെ 5 മണി മുതൽ റവന്യൂ മന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും ജില്ലാ കളക്ടർമാരെയും നേരിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ നിരന്തരം വിലയിരുത്തിയ ആളാണ് താനെന്നും അന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് താൻ ഭക്ഷണം കഴിക്കാൻ പോലും സമയം കണ്ടെത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു മന്ത്രി ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് തനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്നും 2018 പ്രളയകാലത്ത് അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരത്തിലായിരുന്നു എന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്ന് അദ്ദേഹം പരിഹസിച്ചു. ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും തന്റെ ഓഫീസിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ടെന്നും റവന്യൂ മന്ത്രി 2 തവണ വാർത്താ സമ്മേളനം നടത്തി ജനങ്ങളെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം, ഇത്തരം ക്രിയാത്മകമായ വാർത്തകൾ കാണാതെ താൻ ഭക്ഷണം കഴിച്ചത് മാത്രം വലിയ വാർത്തയാക്കുന്നതിൽ എന്ത് മാധ്യമ ഔചിത്യമാണ് ഉള്ളതെന്നും അദ്ദേഹം ചോദിച്ചു. തനിക്ക് മുൻപും പ്രളയ ദുരിതാശ്വാസ മേഖലകളിൽ പ്രവർത്തിച്ച് വലിയ അനുഭവ സമ്പത്തുണ്ടെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി, മുൻകാലങ്ങളിൽ 75,000ഓളം ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പാർപ്പിക്കുകയും മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ കടം വാങ്ങിയും ജനങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. തങ്ങളുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിമാരെ കൊണ്ട് സ്വന്തം പേര് പൊക്കി പറയിപ്പിക്കാൻ തങ്ങൾ ഒരിക്കലും ശ്രമിച്ചിട്ടില്ലെന്നും കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അർഹിക്കുന്ന രീതിയിൽ കൃത്യമായി വിലയിരുത്തട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. മുൻകാലങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കാൻ മാത്രമായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനങ്ങൾ ഉപയോഗിച്ചിരുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. തുടർന്ന് പ്രളയക്കെടുതികൾക്കിടയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം ബോധപൂർവം തടസ്സപ്പെടുത്താനും ജനങ്ങളെ പരിഭ്രാന്തരാക്കാനും ചില രാഷ്ട്രീയ ശക്തികൾ ശ്രമിക്കുകയാണെന്ന ഗുരുതര ആരോപണവും മുഖ്യമന്ത്രി ഉന്നയിച്ചു. ഇതിനുദാഹരണമായി ആറന്മുളയിലെ ദുരിതാശ്വാസ ക്യാമ്പിലുണ്ടായ സംഭവം അദ്ദേഹം വിശദീകരിച്ചു. ക്യാമ്പിൽ സൗകര്യങ്ങൾ കുറവാണെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പരാതി പറഞ്ഞ സ്ത്രീ പിന്നീട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അങ്ങനെ സംസാരിച്ചതെന്ന് വെളിപ്പെടുത്തിയത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് വൻ രാഷ്ട്രീയ മുതലെടുപ്പാണ് നടക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ സംസ്ഥാനത്തെ ഒരു ക്യാമ്പിലും യാതൊരുവിധ സൗകര്യക്കുറവോ ഭക്ഷണ പ്രശ്നങ്ങളോ ഇല്ലെന്നും നാട് വലിയൊരു പ്രകൃതി ദുരന്തത്തെ നേരിടുമ്പോൾ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ പരിഭ്രാന്തരാക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വിമർശനങ്ങൾക്ക് വഴിവെച്ച തന്റെ ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ചും മുഖ്യമന്ത്രി കൃത്യമായി കണക്കുകൾ നിരത്തി വിശദീകരിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം കൊച്ചിയിലെത്തിയ പ്രമുഖ നിക്ഷേപക സംഘം ഞായറാഴ്ച തന്നെ ഡൽഹിയിലേക്ക് മടങ്ങേണ്ടതുണ്ടായിരുന്നുവെന്നും കേരളത്തിലേക്ക് വരേണ്ട വലിയൊരു നിക്ഷേപം തമിഴ്നാട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ അവരെ അടിയന്തരമായി കാണാതിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഭാവി വികസനത്തിന് വൻ തിരിച്ചടിയാകുമെന്നതിനാലാണ് താൻ കൊച്ചിയിലേക്ക് പോയതെന്നും അദ്ദേഹം പറഞ്ഞു. വന്ദേ ഭാരത് ട്രെയിനിൽ പോകാനായിരുന്നു ആദ്യം തീരുമാനമെങ്കിലും സമയക്കുറവ് മൂലം ഹെലികോപ്റ്റർ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിമാസം 80 ലക്ഷം രൂപ വാടക നൽകി 25 മണിക്കൂർ സൗജന്യമായി പറക്കാൻ സർക്കാരിന് നിലവിൽ കരാറുണ്ട്. ഈ 25 മണിക്കൂർ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും സർക്കാരിന് 80 ലക്ഷം രൂപ വാടക ഇനത്തിൽ നൽകേണ്ടതുണ്ട്. ഈ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനാൽ ഈ അടിയന്തര യാത്രയിലൂടെ സംസ്ഥാനത്തെ ഖജനാവിന് ഒറ്റ രൂപ പോലും അധിക ചെലവ് ഉണ്ടായിട്ടില്ലെന്നും സാമ്പത്തിക നഷ്ടത്തിന്റെ ചോദ്യമേ ഉദിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ യാത്രയെ വിമർശിക്കാൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻകാല യാത്രാ ചരിത്രം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട സതീശൻ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ CPM പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ടെന്നും അതിന്റെ പണം ദുരിത നിവാരണ ഫണ്ടിൽ നിന്നാണ് എടുത്തതെന്നും ആരോപിച്ചു. എന്നാൽ താൻ ഒരു പാർട്ടി സമ്മേളനത്തിനും ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ചിട്ടില്ലെന്നും മറിച്ച് സംസ്ഥാനത്തിന് വലിയ ഗുണം ലഭിക്കുന്ന വികസന കാര്യത്തിനാണ് പോയതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അതേസമയം കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പിന്റെ പേര് വെളിപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അതെന്തിനാ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം എന്ന് തിരിച്ചടിച്ച അദ്ദേഹം, നിക്ഷേപകരുടെ പേരുകൾ മാധ്യമ വിചാരണയിലേക്ക് വലിച്ചിഴച്ചാൽ വരാനിരിക്കുന്ന വൻ പദ്ധതി തന്നെ ഇല്ലാതാകാൻ സാധ്യതയുണ്ടെന്ന് കുറ്റപ്പെടുത്തി. പദ്ധതിയിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുമ്പോൾ വിവരങ്ങൾ ഔദ്യോഗികമായി അറിയിക്കുമെന്നും ഇപ്പോൾ അവരെ അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കാൻ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കിയ മുഖ്യമന്ത്രി തന്റെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു.